അപ്പോൾ എന്ത് കറി ആക്കാൻ പോവുകയാണേ, എന്ത് ചീരയും കൂടെ. അതാണ് ചീനച്ചട്ടി എടുപ്പത്ത് വെച്ച്, ചീനച്ചട്ടി അല്ല കേട്ടോ, ഒരു ചെറിയ ഉരുളി പോലത്തെ പാത്രം, കുറച്ച് വെള്ളം, വെളിച്ചെണ്ണ ഒന്നും വേണ്ട കേട്ടോ, ഒരു കുറച്ച് മുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന് ഇട്ടാൽ മതി കേട്ടോ. ഇരുന്നിൽ ഉപ്പ് രസം ഉണ്ടാവും, അതിനെക്കൊണ്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഇനി അത് തിളച്ചിട്ട് ചീരൻ്റെ ഇതെല്ലാം ഇതെടുക്കട്ടെ. ഇനി ഇതിലേക്ക് എരുന്ത് വെള്ളത്തോട് കൂടിയിട്ട് കേട്ടോ, എന്ന് വെച്ചാൽ കാമ്പെടുത്ത എരുന്ത് ഇതിലിട്ട് ഇനി അത് തിളക്കട്ടെ, വേവട്ടെ. ഇനി വെന്തിട്ട് ചീര ഇടണം, തേങ്ങ അരക്കണം, കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഇതൊക്കെ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. പിന്നെ ഇതൊരു പരീക്ഷണമാണ് കേട്ടോ, അല്ല ഓൾറെഡി ചെയ്തതാണ് അല്ലേ, ഓൾറെഡി ഒരു വട്ടം ചെയ്തതാണ്, പണ്ട് ഒരിക്കലും ചെയ്തതാണ്, വർഷങ്ങൾക്ക് ശേഷമാണ് ഇതിപ്പോ ചെയ്യുന്നത് അല്ലേ. ഓക്കെ, ഭയങ്കര സിമ്പിൾ ആണ് അല്ലേ. വെളിച്ചെണ്ണ ഒന്നും വേണ്ട. ഇനി ചീരന്റെ ഇല നമുക്ക് ഇതാ തേങ്ങ കലക്കാറുണ്ട്. എന്താണ് പെരിഞ്ജീരകം, വലിയ ജീരകം, ചെറിയ ഉള്ളി ഇട്ടിട്ട് തേങ്ങ അടിച്ച് വെച്ചതാ കേട്ടോ. ഇനി ചീരൻ്റെ ഇല ഒന്ന് മാറട്ടെ. അതും കൂടി ചേർത്ത് കൊടുക്കുക, അത്രല്ലേ ഉള്ളൂ. മല്ലിപ്പൊടി ഉണ്ട്, തേങ്ങ കലക്കാൻ കുറച്ച് ഇത് വേവട്ടെ. വേവണം. മസാല ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പക്ഷെ നമ്മളിവിടെ ചിക്കൻ മസാല ഇടലില്ല, നമ്മൾ പൊടിച്ച അതിന് ഒന്നുമില്ല. ചിക്കൻ മസാല അല്ല, ഈ കറി തന്നെ ആദ്യമായിട്ടല്ലേ അല്ലേ രണ്ടാമത്തെ പ്രാവശ്യം വെക്കുന്നത്. അപ്പൊ ഗരം മസാല ഇട്ടാലോ? ഓ, ഗരം മസാല ഇടാം. അപ്പൊ ടേസ്റ്റ് നമുക്കത് വേണ്ട, മല്ലിയുണ്ട്, മല്ലി പൊടിച്ചിട്ടുണ്ട്. അപ്പൊ ഗരം മസാലന്റെ ടേസ്റ്റ് വേറെ തന്നെ അല്ലേ? വേറെ തന്നെയാണ്, പക്ഷെ അതിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഒരിത്തിരി മല്ലി കുറച്ച് മതി കേട്ടോ. മല്ലി വീട്ടിൽ പൊടിച്ച മല്ലി കേട്ടത്, നമ്മള് പൊടിപ്പിച്ചത് മില്ലി പോയി പൊടിപ്പിച്ചതല്ലേ, വാങ്ങിച്ച പൊടിയല്ലാന്ന് പറഞ്ഞു. ഇതിൽ പെരിഞ്ജീരകം, ഉലുവ ഒക്കെ ഇട്ടിട്ടുണ്ട്. അതിനെ കൊണ്ട് ചിക്കൻ മസാല ഉപയോഗിക്കാറില്ല അങ്ങനെ. ഓക്കെ, പിന്നെ ഉപ്പൊന്ന് നോക്കട്ടെ. ഉപ്പുണ്ടോ? പക്ഷേ ഈ ഇല പെട്ടെന്ന് വാടൂലേ? ഓ, ഏകദേശം ഉള്ളതുകൊണ്ട് കുറച്ചൊന്നും ഇത്ര ചീരൻ്റെ ഇല വേണമെന്നില്ല കേട്ടോ, കുറച്ച് മതി. കുറച്ച് എരുന്തല്ലേ ഉള്ളൂ. അപ്പൊ കൊറേ ഇടാമായിരുന്നു, പക്ഷെ നമുക്ക് പച്ചക്കറി ഉണ്ട്. ഇപ്പൊ രാത്രി ഇല്ലേ, എരുന്ത് വേറെ ഉണ്ട്. പിന്നെ കുഞ്ഞി എരുന്താ. ഓക്കെ ഓക്കെ, ഇത് കിടക്കാനേ എന്താ കറക്കാം നോക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇലൊക്കെ തിളച്ച് സെറ്റ് ആയിട്ടുണ്ട്. ഇനി തേങ്ങ ചേർക്കാൻ പോവാണ്. ഇനി ഇതൊന്ന് തിളച്ചാൽ കറി റെഡി ആയില്ലേ? ഇപ്പൊ നല്ല രസമുണ്ട്, തേങ്ങ ഒക്കെ വന്നപ്പോ അല്ലേ, ഒരു അഫ്ഗാനി സ്റ്റൈല് പോലെ ഉണ്ട്. ഇതാണ് ചീരയും വെള്ളച്ചീരയും എരുന്ത് കറി. നൈസ്. ഇനി ഇത് തിളച്ചോടെ കഴിഞ്ഞില്ലേ? പിന്നെ അപ്പൊ ഇത്രേ ഉള്ളൂ, സിമ്പിളാണ്, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. എരുന്തൊക്കെ വേവിക്കണം. കൂടുതൽ ഇടണ്ട കേട്ടോ, അല്ലെ കുറച്ചിട്ടാൽ മതി. ഇതിലിപ്പോ ഞാൻ കുറച്ച് ഉപ്പേരിക്ക് അരിഞ്ഞത് ഇനി പിന്നെ ഇതിലേക്ക് ഇട്ടു. ഓക്കെ, സെറ്റ്. ഉപ്പ് കുറച്ചിടണം കേട്ടോ, കാരണം എന്തിലും ഉപ്പുണ്ടാവും. അപ്പൊ ടേസ്റ്റ് നോക്കിയിട്ട് നല്ല റെഡി. ഞാൻ എന്താ ഇത്തിരി ഉപ്പ് വേണം ഇല്ലേ? നൈസ്. ഒന്ന് തിളക്കാണ്ട്. തിളക്കട്ടെ. അങ്ങനെ നമ്മളെ ഇന്നത്തെ സ്പെഷ്യൽ റെഡി. ഇതിന്റെ പേരെന്താ? ചീര. പരീക്ഷിച്ചത് നല്ല അമ്മ പണ്ടൊരു ദിവസം ഉണ്ടാക്കിയതാണ് ഇത്. അച്ചയിരുന്നതും ചീരയും കൊണ്ടുവന്നു, വെളിച്ചെണ്ണ ഇല്ല ഉപ്പേരിയാട്ടെ. അപ്പൊ ചീര അരിഞ്ഞ് വെക്കുകയും ചെയ്തു. അപ്പൊ പിന്നെ അമ്മ എന്ത് ചെയ്തു, എരുന്ത് കറി വെച്ചപ്പോ ചീരയില അതിലേക്ക് അങ്ങോട്ട് ഇട്ടു. അങ്ങനെ കണ്ടുപിടിച്ച ഡിഷാണ് ഇത്. അങ്ങനെ കണ്ടുപിടിച്ച ഡിഷാണ്. ഇതിന് കുറച്ച് വെള്ളം കുറവില്ലേ? മതി,
കുറച്ചില്ല. ഓക്കെ, അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കുക. എരുമ്പിന്റെ സമയമാണല്ലോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഓക്കെ, ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ. ബൈ.